മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിന്റെയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. എന്ന് പറയുന്നു പൗലോസ് ഒന്നുകൂടെ കൂടി പറയുക, അടുത്തിരിക്കുന്നയാളെ ശോധന ചെയ്യണ്ട, ഭർത്താവിനെയോ ഭാര്യയെയോ ശോധന ചെയ്യണ്ട, കൂട്ടു സഹോദരിയോ ശോധന ചെയ്യണ്ട. എന്റെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി നീ നിന്റെ തന്നെ ഇന്ന് പകല് ശോധന കഴിക്കണം. ഓരോരുത്തർ തന്റെ പ്രവൃത്തി ചെയ്യണം, ശോധന ചെയ്യണം. കഴിഞ്ഞ മാസം 26 എടുത്തതിന് ശേഷം ഈ ഞായറാഴ്ച വരെയുള്ള നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്തിട്ട് വേണം ദൈവമക്കൾ കർത്താവിന്റെ തിരുമേശയിൽ ഇന്ന് മകൻ ഭാഗവാക്കികളായി തീരാൻ. ഇന്ന് മകൻ ഈ 26ലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ സ്നാനപ്പെട്ടയാണെന്ന് എത്ര ഭയത്തോടെയാണോ കർത്താവിന്റെ മേശയിലേക്ക് കൈ നീട്ടിയത്, അതേ ഭയത്തോടെ കൈ നീട്ടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാകണം. തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ ഹൃദയം നമ്മളെ കുറ്റം പിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? കുറ്റം പിരിക്കുന്നുണ്ടെങ്കിലോ പ്രാഗൽഭ്യമില്ല. ഇന്ന് പകലിൽ നമ്മൾ നമ്മളെ തന്നെ ഇന്ന് പകൽ ശോധന ചെയ്യണം. നമ്മുടെ ഹൃദയം പറയാം, ഈ കുറ്റവാളിയാണ്, നിനക്ക് ഈ അപ്പം ഞാൻ യോഗ്യതയില്ല, ഈ പാനപാത്രം കുടിക്കാൻ നിനക്ക് അർഹതയില്ലെന്ന് നമ്മുടെ മനസാക്ഷി ഈ സഭാ ഹോളിനകത്തിരിക്കുമ്പോൾ നമ്മളെ കുറ്റം ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനിന്ന് പറഞ്ഞ നിങ്ങളോട് പറയാം, കർത്താവിന്റെ മേശയിൽ നിന്ന് ഇന്ന് വരെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ആ വിഷയം ക്രമീകരിച്ചതിന് ശേഷം കർത്താവിന്റെ തിരുമേശയിൽ നിങ്ങൾ പങ്കെടുക്കണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിന്റെയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാനാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, പലരും നിദ്രകൊള്ളുന്നു. നമ്മെ തന്നെ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ ഒരു സ്വയശോധനയ്ക്ക്